ഒരു സിനിമയിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന പപ്പുവിൻ്റെയും ജഗതിയുടെയും കഥാപാത്രങ്ങളുണ്ട്. തറ ലെവലിലാണ് ഇവരുടെ പെരുമാറ്റം. അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും. എല്ലാവരും ഒന്നും പറയുന്നില്ല, എന്നാൽ ഏതാണ്ട് ഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രത്യേകിച്ചും എന്തും പറയും, എന്തും ചെയ്യും, അന്തവും കുന്തവും ഇല്ലാത്ത പോക്കാണ്. അതിനിടയിൽ അണികൾ തമ്മിൽ അടിപിടിയും ഉണ്ടായേക്കാം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പരമ്പരാഗത രാഷ്ട്രീയ പ്രവർത്തനം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എന്താണ്? LDFനും UDFനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ലിറ്റ്മസ് ടെസ്റ്റാണ്. LDFന്, അതായത് CPMന് ഭരണത്തിൻ്റെ വിലയിരുത്തലാകുമ്പോൾ 2026 തെരഞ്ഞെടുപ്പ് കൂടി കൈവിടുന്നത് UDFന് ആത്മഹത്യാപരമാണ്. ഇക്കുറി കൂടി ഭരണം നഷ്ടപ്പെട്ടാൽ പിന്നെ UDF എന്ന മുന്നണി സംവിധാനം ഉണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. BJPക്കാണെങ്കിൽ പുതിയ സംസ്ഥാന പ്രസിഡന്റിന് കീഴിൽ ശക്തി തെളിയിക്കാനുള്ള അവസരമാണിത്. ഇനിയൊരാളുണ്ട്, നിലമ്പൂരിലെ യഥാർത്ഥ കഥാപുരുഷൻ, സാക്ഷാൽ PV അൻവർ. ഇല്ലത്തു നിന്നിറങ്ങി അമ്മാത്തെത്തിയതുമില്ല എന്ന അവസ്ഥയിലാണ് ഈ നിലമ്പൂർ സിംഹം. ഇപ്പോൾ ഗർജനം മാത്രമേ ഉള്ളൂ എന്നതാണ് പരസ്യമായ രഹസ്യം. കക്ഷത്തിലിരുന്നത് പോയി, ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുമോ എന്ന കൺഫ്യൂഷനിലാണ് അൻവർ. ആദ്യം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് UDF ആണ്. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നത്. LDF ഇടതു സ്വതന്ത്രനെ പരീക്ഷിക്കാൻ പ്ലാൻ ചെയ്തെങ്കിലും CPMലെ നിലവിൽ ഏറ്റവും മികച്ച നേതാക്കളിൽ ഒരാളായ M സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി. CPMൻ്റെ നല്ലൊരു തീരുമാനമായിരുന്നു അത്. അതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തികച്ചും രാഷ്ട്രീയ പോരാട്ടമായി മാറി. CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. തികച്ചും രാഷ്ട്രീയ മത്സരമായിരിക്കും നിലമ്പൂരിൽ നടക്കുകയെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ വോട്ടെടുപ്പ് വരെ നോക്കുമ്പോൾ വല്ലാതെ സന്തോഷവും പ്രതീക്ഷയും തോന്നുന്നുണ്ട്. തികച്ചും രാഷ്ട്രീയ പോരാട്ടമായിരുന്നു നിലമ്പൂരേത്. വ്യക്തിപരമായി ഇരുവരും ചെളിവാരി എറിഞ്ഞില്ല, രാഷ്ട്രീയം മാത്രം പറഞ്ഞു. തറ നമ്പറുകൾ കാട്ടിയില്ല. ഒരു ആധുനിക സമൂഹത്തിന് യോജിച്ച മത്സരമാണ് നിലമ്പൂരിൽ നടന്നത്. അപ്പോൾ അൻവറിൻ്റെ കാര്യമോ? ബെല്ലും ബ്രേക്കുമില്ലാത്ത അൻവറിനെ അവഗണിക്കുന്നതാവും നല്ലത്. രാഷ്ട്രീയ മാന്യതയുടെ മാതൃകയായ സ്വരാജിനെയും ഷൗക്കത്തിനെയും മാത്രം നമുക്ക് കാണാം, കേൾക്കാം. ഏറ്റവും ഒടുവിൽ പോളിംഗ് ദിനത്തിൽ സ്വരാജും ഷൗക്കത്തും കണ്ടുമുട്ടുന്നു, കുശലം പറയുന്നു, അഭിനയമേതുമില്ലാതെ പരസ്പരം ആശ്ലേഷിക്കുന്നു, കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ച. നമുക്ക് അൻവറിലേക്ക് വരാം. നിലമ്പൂർ മുൻ MLA ഗർജിച്ചത് എന്താണ്? തന്നെ കെട്ടിപ്പിടിക്കാൻ ആരും വരേണ്ടെന്നാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗർജനവും അവഗണിക്കുന്നതാവും നല്ലത്. അതിനൊപ്പം പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെയുള്ള യുവ നേതാക്കൾ കണ്ടുപിടിക്കേണ്ട മാതൃകയാണിത്. രാഹുലിന് മാത്രമല്ല, VD സതീശനും മാതൃകയാക്കാം. സതീശൻ ഏറെ പുച്ഛത്തോടെയാണ് എല്ലാത്തിനെയും സമീപിക്കുന്നത്. സ്വന്തം പാർട്ടിയിലെ നേതാക്കളെക്കുറിച്ച് പറയുമ്പോൾ പോലും മുഖത്ത് ഈ പുച്ഛരസം വിരിയുന്നു. അതുകൊണ്ട് നിലമ്പൂരിലെ ഈ രണ്ട് യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കളെ സതീശനും മാതൃകയാക്കാം. ഈ രണ്ട് നേതാക്കളിൽ ഒരാൾ തോൽക്കും, മറ്റേയാൾ ജയിക്കും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതാണ് സംഭവിക്കുക. തോൽവിക്കും ജയത്തിനും അപ്പുറം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി ഈ രാഷ്ട്രീയ മാതൃക തന്നെയാണ്, സംശയമില്ല.